വസ്തുതകൾ മറച്ചുവെച്ചുള്ള സർക്കാരിന്റെ അതിദരിദ്രമുക്ത പ്രഖ്യാപനത്തിന് കുടപിടിച്ച് LDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ അതിദരിദ്രരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി അവരെ ദാരിദ്ര്യമുക്തമാക്കിയെന്ന് പ്രഖ്യാപിച്ചാണ് തദ്ദേശ സ്ഥാപനങ്ങളും തെറ്റായ പ്രചാരണത്തിന്റെ ഭാഗമായത്. കൊച്ചി നഗരസഭാ കൗൺസിലിൽ ഉൾപ്പെടെ ഈ കണക്കുകളെയും UDF കൗൺസിലർമാർ ചോദ്യം ചെയ്തതുമില്ല. ആഹാരവും വീടും സ്ഥലവും ഉൾപ്പെടെ ഗുണഭോക്താക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും അവരുടെ ജീവിത നിലവാരമുയർത്തി അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തരാക്കുകയും ചെയ്തതായിരുന്നു കൊച്ചി നഗരസഭയുടെയും അവകാശവാദം. കൊച്ചി നഗരസഭ അതിദാരിദ്ര്യമുക്തമായെന്ന പ്രഖ്യാപനത്തിൽ കൗൺസിലിന്റെ അംഗീകാരത്തിനായി എത്തിയപ്പോൾ BJP കൗൺസിലർമാർ മാത്രമാണ് വിയോജനക്കുറിപ്പ് നൽകിയത്. കൊച്ചി കോർപ്പറേഷനിൽ തന്നെ നൂറുകണക്കിന് കുടുംബങ്ങൾ അതിദരിദ്രരായി തുടരുമ്പോഴാണ് അതിദരിദ്രമുക്ത പ്രഖ്യാപനം. ഈ അതിദാരിദ്രരുടെ പട്ടിക എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് സർക്കാർ വ്യക്തമാക്കണം. ഇപ്പോൾ എറണാകുളം മഹാനഗരത്തിൽ, കൊച്ചി മെട്രോ നഗരത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഈ പ്രഖ്യാപിച്ച ആളുകൾ രാത്രിയാവുമ്പോൾ ഒന്ന് മെട്രോ നഗരത്തിലേക്കൊന്ന് വരണം. കാരണം രാത്രി അന്തിയുറങ്ങാൻ വേണ്ടി, ഒന്ന് തലയായ്ക്കുവാൻ വേണ്ടി ഇവിടെ കൂട്ടിയിരിക്കുന്ന ഹഡ്കോ പദ്ധതിക്ക് വേണ്ടിയും കുടിവെള്ള പദ്ധതികൾക്കും വേണ്ടി കൂട്ടിയിരിക്കുന്ന പൈപ്പുകൾക്കുള്ളിൽ തലചായ്ക്കുന്ന നൂറുകണക്കിന് ആളുകളെ മഹാനഗരത്തിൽ കാണാൻ സാധിക്കും. 438 കുടുംബങ്ങളെ അതിദരിദ്രമുക്തരായി പ്രഖ്യാപിച്ച കൊച്ചി കോർപ്പറേഷനിൽ മാത്രം നിരവധി പേർ ദുരിത ജീവിതം നയിക്കുന്നതിന്റെ നേർചിത്രം പുറത്തുവരുമ്പോഴാണ് കണക്കിലെ കള്ളക്കളികൾ. കൊച്ചി നഗരസഭ ഈ 2 ദിവസം മുമ്പ് 438 അതിദാരിദ്ര രേഖയ്ക്ക് മുകളിലാണ് എന്ന് പറഞ്ഞ് അവർ അതിദാരിദ്ര്യ വിമുക്തമാക്കുന്ന ഒരു കാഴ്ച, അതിന് BJP വളരെ ശക്തമായിട്ടാണ് അന്ന് എതിർത്തത്. കാരണം ഇതിൽ 2 ആശങ്കയാണ് BJPയുടെ മുമ്പിലുള്ളത്. ഒന്ന്, ഈ അതിദാരിദ്ര്യരെ തിരഞ്ഞെടുക്കുന്ന സർവേ അത് കൃത്യമായ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമല്ല. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ സാമ്പത്തിക വിദഗ്ധർ പോലും സംസ്ഥാന സർക്കാരോട് ചോദ്യങ്ങൾ ചോദിച്ചു മുന്നോട്ട് വരികയാണ്. എങ്ങനെയാണ് നിങ്ങൾ അതിദാരിദ്ര്യരെ കണ്ടത്? അപ്പോൾ യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ, നമ്മൾക്കറിയാം, നമ്മുടെ മുമ്പിൽ 2 റിപ്പോർട്ടാണ് നമ്മുടെ മുമ്പിൽ, ടെണ്ടുൽക്കർ കമ്മിറ്റി റിപ്പോർട്ടും രംഗനാഥൻ കമ്മിറ്റി റിപ്പോർട്ടും. പക്ഷേ ഈ 2 കമ്മിറ്റി റിപ്പോർട്ടും 2011-12 കാലഘട്ടത്തിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ടാണ്. പക്ഷെ നമ്മൾ ഇന്ന് നിൽക്കുന്നത് 2025-26 കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണോ, ഏത് കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിദാരിദ്ര്യർ എന്ന് പറയുന്ന ഒരു മാർഗരേഖ ഈ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയെന്ന് പറയണം? ഇത് തികച്ചും പ്രഹസനമാണ്. കൃത്യമായ ഭക്ഷണമില്ലാത്ത, സ്ഥിര വരുമാനമില്ലാത്ത, വാസസ്ഥലമില്ലാത്ത കുടുംബങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ നിന്ന് കരകയറാൻ യാതൊരു പദ്ധതികളും നടപ്പിലാക്കാത്ത സർക്കാർ കേന്ദ്ര പദ്ധതികളെയും അട്ടിമറിക്കുകയായിരുന്നു. ജനം, കൊച്ചി.